ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്സിൽ ജ്യോതി ടീച്ചറുടെ മോനുണ്ടാവും കേട്ടോ. ബ്രോ സ്ഥലം ഇരിക്കാൻ. ഒന്നാമത് ഞങ്ങൾക്ക് ജ്യോതി ടീച്ചറിനെ ഇഷ്ടമല്ല. ഇതിപ്പോൾ ആ ടീച്ചറിൻ്റെ മോനാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. CO2ന്റെ ഫുൾ ഫോം എന്താ? ആർക്കറിയില്ലേ? ടീച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ്. വെരി ഗുഡ്. ഗിവ് ഹിം എ റൗണ്ട് ഓഫ് അപ്ലോസ്. അത് പട്ടിഷോ. സത്യം, ടീച്ചറിന്റെ മകനല്ലേ. ബ്രോ അതെ, ഒരു പാന് തരും, എൻ്റെ മഷി കഴിയും. കൂടി ഇരുത്തേ വലിയ കാര്യം. ഇനി നിനക്ക് ഞാൻ പെന്നും കൂടി ഉണ്ടാക്കി തരാം. ഉണ്ടെങ്കിലും തരില്ല, പ്രത്യേകിച്ച് ടീച്ചറിന്റെ മക്കൾക്ക്. സൈലൻസ്. ഇന്ന് ഇനിയിപ്പോ സ്കൂളിൽ പോണോ? കട്ടടിക്കുക. എന്നാ ജ്യൂസ് കുടിക്കാൻ പോവാ. ഓഫ് കോഴ്സ്. ബൈ 2 ഷേക്ക്. സ്കൂളിലാരെയും കണ്ട സീനാകും. എനിക്കൊരുത്തിനും പേടിയില്ല. എനിക്ക് എങ്ങോട്ട് അങ്ങനെ പേടിയില്ല. ആ സ്ട്രോങ് അല്ലേ? ഇന്നലത്തെ ഹോംവർക്ക് എടുത്തിട എല്ലാരും. മൂഞ്ചി. എന്റെ ദേവി, ഇങ്ങോട്ട് വരില്ലേ. അയ്യോ വന്നു. ദാ മിസ് ഹോംവർക്ക്. ഇതിന്റെ ബാക്കിന് ഞാൻ വന്ന് ചെയ്യണമായിരിക്കും അല്ലേ? കഴിഞ്ഞിട്ടടാ. നമുക്ക് കിട്ടുവാടി. നമ്മളെ പിടിക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം നമ്മൾ ഇന്നലെ വന്നിട്ടില്ലല്ലോ. അത് ശരിയാണല്ലോ. സൂപ്പറേൻ. ഇവിടെ ഞാൻ ഇന്നലെ ലീവ് ആയിരുന്നു ടീച്ചർ. ഞാനും. ഷൈൻ പിന്നെ നല്ല ലീവായിരുന്നല്ലോ അല്ലേ? അല്ല ടീച്ചർ, ഞാൻ ഹോംവർക്ക് ചെയ്തായിരുന്നു. ആണോ? വെരി ഗുഡ്. കണ്ടു പഠിക്കണോ? ഷൈൻ ലീവായിട്ട് വരെ ഹോംവർക്ക് ചെയ്തു. ഈ തൊണ്ടിനെ എനിക്ക് തീരെ പറ്റില്ല കേട്ടോ. ടീച്ചറിന്റെ മോനായതുകൊണ്ടും നന്നായി പഠിക്കുന്നതുകൊണ്ടുള്ള അഹങ്കാരം. അജിത്ത് നവീൻ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്തല്ലേ? പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. സാറേ, ആ ഷൈൻ പറഞ്ഞതുകൊണ്ട് ഇവർ ക്ലാസ് കട്ടടിച്ചത് അറിയാൻ പറ്റി. ഇല്ലെങ്കിലോ നമ്മൾ അറിയുമായിരുന്നോ? എടാ, ഇന്ന് പേപ്പർ ഇട്ടു. നിനക്ക് പേടിയില്ലേ? എനിക്കെന്തിനാ പേടി? ഇവനൊക്കെ. എടാ നിനക്കോ? നീയാ? എടാ, നമുക്ക് അവനെ കൂടെ കൂട്ടിയാലോ? നോനെ പറ. അജിത്ത് തോറ്റു. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. സസ്പെൻഷൻ ഒക്കെ കഴിഞ്ഞല്ല, സുന്ദരനായിണ്ടല്ലോ. താങ്ക് യു. ഇന്ന് തന്നാലുണ്ടല്ലോ, മര്യാദക്കിരുന്ന് പഠിക്കാൻ നോക്കോ. അവിടെ പോയിരിക്കടാ. നിന്നോടും കൂടിയാ, കേട്ടല്ലോ. വന്ന് വാങ്ങിട്ട് പോടാ. ഒരു മാറ്റമില്ല. മുരളി, ഇവനെ വിളിച്ച. ഓം ക്രീം ചതാ തുപ്പിക്കി. കം ഓൺ. 30. 30? അവരോട് നടന്ന് നീയും കേടാവണ്ട. ഓക്കെ ടീച്ചർ. സഞ്ജയ്, ഓ ഗോഡ്, ഇറ്റ്സ് മൈ ടേൺ. തള്ള മാർക്കുണ്ട്, കണ്ണുകളിൽ കാണും. ഇതെന്താടാ ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ എഴുതി വെച്ചിരിക്കണേ? എന്താടാ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെക്കുന്നത്? തോറ്റാ? എന്തിനാടാ നീയൊക്കെ വരണേ? കൊണ്ടുപോ. അന്നേ പപ്പ പറഞ്ഞ ഈ മാട്ട സ്കൂളിൽ പഠിക്കേണ്ടെന്ന് ഞാൻ കേട്ടില്ല. ഷൈൻ 50 out of 50. ഇവനെ ഞാൻ ഉറക്കും. കീപ് ഇറ്റ് അപ്പ്. എന്താണ്ടില്ലടാ, ഒരു സസ്പെൻഷൻ കഴിഞ്ഞേ ഉള്ളൂ. ടീച്ചർ, ഒരു മിനിറ്റ്. ഈ ക്ലാസ്സിൽ ആയിരിക്കും ലഹരി ഉപയോഗിക്കണമെന്ന് അറിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്യാൻ പോവാ. ഇനി ഇയാള് വേറെ. ഇത് നമ്മുടെ തലയിലാവോ? ഉണ്ടാണ്ടിരിക്കടാ. ബാഗ് എടുത്തേ. എടുക്കടാ. കാണാ. ഇതിനകത്തൊന്നുമില്ലല്ലോടാ. ചോറ്റിപ്പത്തറുണ്ടായിരുന്നല്ലോ. തിന്നാൻ വേണ്ടി മാത്രം വാ. എന്നാ പിടി.
ഇത് നമ്മുടെ ജ്യോതി ടീച്ചറിന്റെ മോനല്ലേ? മോനെ ഇരുന്നോ കേട്ടോ. നീ എടുക്കടാ ബാഗ്. എടാ കൊള്ളാലോ. എടാ നമുക്ക് ഇവനെ കൂടെ കൂട്ടിയാലോ? നോ നെവർ. എടാ അവനെന്തോ ബാഗിലിടാൻ ഞാൻ കണ്ടതാ. എന്ത്? എന്തോ ഇട്ടിട്ടുണ്ട് ബാഗിൽ. ചേട്ടന്മാർക്ക് എന്താ വേണ്ടത്? എവിടെ ആ സാധനം? എന്ത് സാധനം? നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ? എടാ മോനെ, നിന്നെ പണ്ടേ ഓങ്ങി വെച്ചാട്ടാ. ടീച്ചറിന്റെ മോനെ ആയതുകൊണ്ടല്ലോ നിനക്ക് ഇത്ര ഷോ. അതേടാ, ഞാൻ ടീച്ചറിന്റെ മോൻ തന്നെയാണ്. ആ പ്രിവിലേജ് ഞാൻ യൂസ് ചെയ്യുകയും ചെയ്യും. നിന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യടാ. പോടാ. അതെന്താടാ ഈ സ്കൂളിൽ എൻ്റെ അമ്മയുടെ അടുത്ത് മാത്രമാണ് എല്ലാവർക്കും ദേഷ്യം? ജ്യോതി ടീച്ചർ അത്ര പാവമൊന്നുമല്ല, എന്നാലും അങ്ങനെയല്ല. എല്ലാവർക്കും ഒരേപോലെ വെറുപ്പുള്ള വേറൊരു ടീച്ചറുണ്ട്. ഇനിയുണ്ടോ? അതൊക്കെ വെച്ച് നോക്കും നിന്റെ അമ്മ വെറും പാവം. ആരാന്ന് പറടാ. സ്റ്റുഡൻസിനെ മാത്രമല്ല ടീച്ചറിനെയും പ്രിൻസിപ്പളിനെയും ഒരേപോലെ വെറുപ്പിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ദ ഗ്രേറ്റ് കല്ല് വിഴുങ്ങി ഗിരിജ ടീച്ചർ. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതൊരാഴ്ച ലീവാ, അതുകൊണ്ട് എന്ത് സമാധാനമാണെന്നറിയോ? അല്ല, ഇത്രയും വെറുപ്പിക്കാൻ ഈ ടീച്ചർ എന്താ ചെയ്തേ? എന്താ ചെയ്തേന്നാ? ഒരാവശ്യമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് പിള്ളേരുടെ ചെവി പിടിക്കലാണ് അതിന്റെ മെയിൻ ഹോബി. നീ ഇതൊക്കെ എല്ലാവരുടെയും ചെയ്യുന്നേ? ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. പിന്നെ അതിന്റെ വേറെ ഹോബി, എങ്ങാനും നമ്മുടെ തലയിൽ മുടി കണ്ട അവന്റെ ഒരു താടി മുടി വെട്ടിയിട്ട് ക്ലാസ് കയറിയാൽ മതി. ഇനി എങ്ങാനും വീട്ടുകാരെ കൊണ്ട് കുളിപ്പിച്ച എരിവും പുളിയും ചേർത്ത് ഒരു 2 മണിക്കൂർ കത്തിവെക്കും. ഈ തള്ള എന്നെ ഒരാഴ്ച 3 തവണയും മുടി വെട്ടിച്ച. ടീച്ചർ മുടി വെട്ടി, ടീച്ചർ പിന്നെയും വെട്ടി. പിന്നെ ടീച്ചർമാരുടെ ഇടയിൽ പറയേ വേണ്ട. ഷീജ ടീച്ചറിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ സൈക്കോ. സത്യം തന്നെ. ടീച്ചർ മേ കമ്മിൻ? എവിടെയായിരുന്നടാ? ടീച്ചർ ടോയ്ലറ്റ് പോയതാ. രാവിലെ തന്നെ വന്നോളൂ. അവിടെ തന്നെ നിന്നാ മതി രണ്ടും. ഇതിനെ അങ്ങ് കൊന്നാലോ? ടീച്ചറെ, ആ പുതിയ പയ്യനില്ലേ നമ്മളെ ജ്യോതി ടീച്ചറെ മോനെ? ഓരോന്ന് കെട്ടിഴുന്നു വന്നോളൂ. ഡോ കേറി വാ. സച്ച് എ ലവ്ലി ടീച്ചർ. നിക്ക് താൻ മാത്രം കേറി വാ. താൻ അവിടെ തന്നെ നിന്നാ മതി. ഈ തള്ളക്ക് ഇത് ഭ്രാന്താ. ടീച്ചർ പേപ്പർ. ഇനി കുറച്ച് നോക്കി എഴുതാം. ചാത്താ, ഇവന്മാരെ തോപ്പിച്ച് എന്നെ ടോപ്പറാക്കണേ. ബുക്കാ? ഇവൻ ബുക്ക് വെച്ച് എഴുതണ? ഇതേത് ബുക്ക്? ഇന്ന് ഞാൻ കലക്കും. നനഞ്ഞ ചാത്താ, ചതിക്കല്ലേ, ഉടങ്ങ്. മണ്ട, അത് ഫിസിക്സിന്റെ ബുക്കാടാ. ഇന്ന് ബയോളജി ആണ്. ചാത്തന്റെ കറി. ബയോളജിയാ? പൊട്ട, ഇത് മാത്സ് ബുക്കാണ്. ഇന്ന് മാത്സ് എക്സാം ആണ്. എടാ ഇന്ന് മാത്സ് ആണ്. ബയോളജിയാടാ. ഇന്ന് ബയോളജിയാടെ മുണ്ടേ. എന്റെ പേപ്പർ ഇത് വേണം. ടീച്ചറെ, താൻ എന്താടോ എന്റെ പിന്നാലെ? എന്റെ പേപ്പർ അതൊക്കെ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് വാങ്ങിയാൽ മതി. അത് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? നിന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് വാ. എന്നിട്ട് വേണമെങ്കിൽ ആലോചിക്കാം അടുത്ത എക്സാം എഴുതണോ വേണ്ടോന്ന്. അവന്റെ ഒരു തിരിഞ്ഞു നോട്ടം. ആ ഷൈനും തിരിഞ്ഞല്ലോ, അതൊന്നും കണ്ടില്ലേ? ഡാ, ഇവിടെ കിടന്ന് വാചകം അടിച്ച ഈ പേപ്പർ കറക്ഷന് പോലും വെക്കില്ല, കേട്ടല്ലോ? ഇവനെ ഞാൻ പെടുത്തും, കൈയോട് തൂക്കുകയും ചെയ്യും. അതെങ്ങനെ? ഞാന് നീ നോക്കിയോ മോനെ, ഇതോടെ അവന്റെ കഥ കഴിയും. സൂപ്പർ ഐഡിയ. ഐഡിയ ടീച്ചറെ,
ഇതിനകത്തൊരു വീഡിയോ ഉണ്ട്. ഇത് കണ്ട ടീച്ചർ ഞെട്ടും. സാറിന്റെ മോനെ ഫോൺ എൻ്റെ ഫോണാണ് ടീച്ചർ. കാണണേ, ഞാൻ വൈകിട്ട് വന്ന് വാങ്ങാം. ആയിക്കോട്ടെ. താങ്ക് യു ടീച്ചർ. ക്ലാസ്സിൽ ഫോണൊന്നുമില്ല അല്ലേ? ഇപ്പോഴും ഒരു ആശ്വാസമായത്. എന്നെ കൂട്ടന്റെ ക്യാൻറ്റീനിൽ പോയില്ലടാ. അതല്ലടാ, ആ ഷൈനില്ലേ അവനെ തീർത്തടാ. കൊന്നാ ഞാൻ ജയിലിൽ കിടക്കില്ല നമ്മളടുത്ത് വീഡിയോ ഇല്ലേ, അതെ ഷീജ ടീച്ചർക്ക് കൊണ്ടുകൊടുത്തു. ഫോണ് കൊടുത്താ അതോ വീഡിയോ കൊടുത്താ? രണ്ടും. ആ വീഡിയോ എനിക്ക് വാട്സപ്പിൽ അയച്ചാ പോരായിരുന്നടാ. എന്റെ ഫോണ് അത് പോയി. അവന്റെ ഒടുക്കത്തെ ഐഡിയ. ഇനി അത് ആ ഗിരിജ ടീച്ചർ അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ, നീ തീർന്നടാ. അയ്യോ അച്ഛൻ. എക്സാമിന് തിരിഞ്ഞു നോക്കി എഴുതണവൻ, അത് ഞാനുള്ളപ്പോ എന്നോട് ചൂടാവാൻ മാത്രം ഇവൻ ആരാ? ഡോ, കണ്ടോ, ഇപ്പോഴും അവന്റെ ശ്രദ്ധ ഇവിടെയല്ല. പഠിക്കാൻ വിട്ടാലേ ഇങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത്. നീ എന്താ ചെയ്തു? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവനെ പോലുള്ളവരൊന്നും ഇവിടെ പഠിക്കണ്ട. നല്ല തണ്ടും തടി ഉണ്ടല്ലോ, വല്ല കൂലിപ്പണിക്കും വിട്ടൂടെ ഇവനൊക്കെ. അതാവുമ്പോ ഇവിടെ അടക്കുന്ന ഫീസെങ്കിലും ലാഭിക്കാൻ. ടീച്ചറെ, ഒരു തവണ, ഈ ഒരൊറ്റ തവണയ്ക്ക് ഈ കാലമാറിനോടൊന്ന് ക്ഷമിക്കണം. ഇവന്റെ ഈ തടി ഇങ്ങനെയും പെരുപ്പിക്കാൻ ഞാൻ പെട്ട പാട്. ഒരു തവണയ്ക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട്. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, എന്നെ അറിയാലോ. അച്ഛാ, എന്താ മോനെ? ഞാനിന്ന് നന്നായി പഠിക്കും. നീ പഠിക്കും, പ്ലേറ്റ് പഠിക്കും. അച്ഛാ, ആരാ പറഞ്ഞ അതിന്റെ അച്ഛനാണ്? എടാ, നീ അറിഞ്ഞ ഷൈനെ പ്രിൻസിപ്പൽ ഓഫീസിൽ വിളിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? ഹാൻഡ്സ് വെച്ച് പിടിച്ചെന്നാ കേട്ടെ. ഇവൻ ഇതൊക്കെ എന്തിനു വെക്കാൻ പോയി? നീയും കൂടെ ഉണ്ടായിരുന്നല്ലേ, പേടിക്കണ്ട, നിന്നെയും പിടിക്കും. ഓടാ. ഇതാ സാറേ ആ വീഡിയോ. എസിക്ക് തണുപ്പൊന്നും ഇല്ലല്ലോ. ഈ വീഡിയോ ആരോ എടുത്തത്? പ്രശംസിക്കാനായിരിക്കും. എന്താ സാർ, ആംഗിളൊക്കെ അല്ലേ? ഇപ്പൊ ഞാനായ പ്രശ്നം. ഒരു തെറ്റ് പറ്റിപ്പോയി, സോറി. സോറി. ഇയാളൊരു ടീച്ചറുടെ മോനല്ലേ, എന്താണോ ഇങ്ങനൊക്കെ? ഇതാണോ നിന്റെ പഠിത്തം? ഇവരെയൊക്കെ ഇപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യണം സാറേ. സാറേ, തൽക്കാലം സഞ്ജയ്ക്ക് മാത്രം സസ്പെൻഷൻ കൊടുക്കാം. ഷൈൻ പിന്നെ നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലേ. ജ്യോതി ടീച്ചറെ വെറുതെ ഇത് അറിയിക്കണ്ട. അവൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലേ ഷൈൻ? എന്നാ അവനെ പിടിച്ച സീറ്റ് ഇരുത്ത്. അയ്യോ ജ്യോതി ടീച്ചർ. എന്നെ അല്ലേ? ഇതിനാണോടോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇവരുടെയൊക്കെ മുന്നിൽ നാണം കെടുത്തിയപ്പോ നിനക്ക് സമാനായില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞതാ ഈ ടീച്ചറിന്റെ മക്കൾക്കൊന്നും സീറ്റ് കൊടുക്കണ്ട. എന്നിട്ട് ടീച്ചറുടെ മോൾ എവിടെ പഠിക്കണേ? അവള് പെൺകുട്ടിയല്ലേ, ഇവിടെ 5th ടീച്ചർ ക്ലാസ്സിലല്ലേ. അല്ല ടീച്ചറെ, നമുക്ക് ഒരു പ്രാവശ്യം ഇവർക്ക് മാപ്പ് കൊടുത്തുകൂടാം. എല്ലാവർക്കും തെറ്റ് പറ്റുമല്ലോ, അതുകൊണ്ട് അവൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ സസ്പെൻഡ് ചെയ്യുമ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നിന്നോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞോടാ. ഈ പ്രിൻസിപ്പൽ ഓഫീസ് ബോംബിട്ട് താർത്താലോ? അതപ്പോ എല്ലാം തീരുമല്ലോ. അപ്പൊ ഞാനും തീരില്ലേ? വേണ്ട വേണ്ട വേണ്ട. ടീച്ചറിന്റെ മോനായതുകൊണ്ടല്ലേ ഇവൻ എത്ര പ്രിവിലേജ്. ഇത് തന്നെ നമ്മളായിരിക്കണം. ഉള്ളത് ഇല്ലാത്ത വീട്ടിൽ വിളിച്ച് പറഞ്ഞ് സസ്പെൻഡ് ചെയ്യും. അതെ മതി. ടീച്ചറിന്റെ മോൻ കേട്ട് ഞാൻ മടുത്തു. ഈ പ്രിവിലേജും കെയറിങ് ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ല, അത് ഇവര് തരുന്നതാണ്. ആദ്യമൊക്കെ എനിക്കിത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. പിന്നെ ഇവര് നിർത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, പണമുള്ളവന്റെ പേരില്, എന്തിന് നിറത്തിന്റെ പേരിൽ വരെ പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മയുള്ള സ്കൂളിൽ ഇനി ഞാൻ പഠിക്കണില്ല. ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? എനിക്കും അതന്നെ പറയാനുള്ളത്. ഇതിനിവിടെ പഠിക്കണ്ട. അല്ല ടീച്ചറെ, അവൻ ഇവിടെ തന്നെ പഠിക്കട്ടെ. ഇവന് ടീച്ചർമാര് പ്രിവിലേജ് കൊടുക്കണോണ്ടല്ലേ ഈ പ്രശ്നം. ഇനി മുതൽ ഈ സ്കൂളില് ഒരാൾക്കും ഒരു പ്രിവിലേജും കൊടുക്കുന്നില്ല. എന്തു പറയണു? ടീച്ചർ അറിഞ്ഞോ, നമ്മുടെ പ്രിൻസിപ്പളുടെ മോൻ 2 ദിവസം മുമ്പോടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏത്? നമ്മുടെ പ്രിൻസിപ്പളിലെയാ? ആ അതെ, നമ്മുടെ പ്രിൻസിപ്പളുടെ തന്നെ. അതിനി എങ്ങനെയാണോ എന്താ. ഹോംവർക്ക് എവിടെ?
ഹോംവർക്ക് ഞാൻ ചെയ്തില്ല ടീച്ചർ. എന്തേ? ഞാൻ ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാണ്. ചെയ്താലും ഇല്ലെങ്കിലും ടീച്ചറൊന്നും ചോദിക്കില്ലല്ലോ, കാരണം ഞാൻ പ്രിൻസിപ്പളിന്റെ മോനല്ലേ. ഓ, എണീക്കടാ. എന്തിനാ? എണീക്കടാ. പ്രിൻസിപ്പളിന്റെ മോൻ എന്തോ കൊമ്പുണ്ടാ?